പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അള്ളാഹ് സഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ മുഹറം മാസം വിട പറയുന്നു, സഫർ മാസം കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ സഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ 3 കാര്യങ്ങൾ മറന്നു പോവാൻ പാടില്ല. ഏതൊക്കെയാണ് ആ 3 കാര്യം? വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. മുഹറം മാസം വിട പറയുന്നു, സഫർ മാസം കടന്നു വരുന്നു. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ്, ഇന്ന് മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 11 വട്ടം ഈ ചെറിയ ദുആ പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു പോയിട്ടുള്ള എല്ലാ സൽക്കർമ്മവും അല്ലാഹു വേഗത്തിൽ ഖബൂൽ ചെയ്യും. അപ്പോൾ ഏതാണ് ആ കുഞ്ഞു ദുആ? നമുക്ക് വളരെ എളുപ്പമാണത് പറയാൻ. ആ ദുആ ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. സ്വലാത്തു ദവാഇയ്യ, നിരവധി പേര് ചോദിച്ചൊരു സ്വലാത്താണ്. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടണം, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടണം. അതിനൊക്കെ പറ്റിയ, എല്ലാത്തിനും ഉപരിയായി നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണണം. അതിനൊക്കെ പറ്റിയൊരു സ്വലാത്താണ് സ്വലാത്തു ദവാഇയ്യ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ഇന്നത്തെ ക്ലാസ്സിൽ അതും നമുക്ക് പഠിച്ചെടുക്കാം. പലരും ചോദിച്ചു, ഉസ്താദെ സഫർ മാസം അത് നെഹസിൻ്റെ മാസമല്ലേ? ഈ നെഹസിൻ്റെ മാസമായതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യം, നല്ല കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ബേജാറിലാണ്. ഏത് ദിവസമാണെങ്കിലും നിങ്ങൾക്ക് ഏത് നല്ല കാര്യവും ചെയ്യാം. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യം മറക്കരുത്. ഏത് ദിവസവും ഏത് നല്ല കാര്യവും ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യം മറക്കരുത്. ഏതാണ് ആ 2 കാര്യം? ഇതാ കേട്ടോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും നൽകട്ടെ. എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും പ്രയാസ പ്രതിസന്ധികളെ തൊട്ടുമുള്ള വലിയ കാവൽ അല്ലാഹു നൽകുമാറാവട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ ക്ഷമയും സഹനവും അല്ലാഹു നൽകട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ ഓരോ ദിവസവും പറയുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് മുഹറം മാസം 29 ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നാളെ സഫർ മാസം 1 ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 30 പൂർത്തിയാക്കി മറ്റന്നാൾ 1 സഫർ മാസം 1 അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ മഴയുടെ കാലഘട്ടമായതുകൊണ്ട് ചിലപ്പോൾ നിലാവ് കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം, ചിലപ്പോൾ നമുക്ക് അറിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് നേരിട്ട് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തായാലും ഏത് സമയത്താണോ സഫർ മാസം 1 ആണെന്നറിയുന്നത് ആ സമയത്ത് തന്നെ പറയാൻ പറ്റിയ, പ്രത്യേകമായി പറയൽ സുന്നത്തായ ഒരു ദുആ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഫർ മാസം എന്നല്ല, മുഹറം ആവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ, റമളാൻ ആവട്ടെ, റജബ് ആവട്ടെ, ശഅബാൻ ആവട്ടെ, ഏത് ഒരു പുതിയ മാസം നമ്മളിലേക്ക് വന്നാലും ആ മാസം പിറന്നു എന്നറിഞ്ഞാൽ പ്രത്യേകമായി പറയൽ വളരെയധികം സുന്നത്തായ ഒരു ദുആയാണ്. നമ്മളൊക്കെ ഓരോ മാസവും തുടക്കത്തിൽ പറയുന്നതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാൻ. അപ്പോൾ ആ ദുആ ഞാൻ ഇന്ന് പറയുകയാണ്. ഇന്ന് നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ പറയുക. നിലാവ് കണ്ടു എന്നുള്ള വാർത്ത കിട്ടി, നാളെ സഫർ 1 അറിഞ്ഞാൽ പറയുക. ഇനി ഇന്ന് നിലാവ് കണ്ടില്ലെങ്കിൽ നാളെയാണെങ്കിലും ഇൻഷാ അല്ലാഹ്, നാളെ മുഹറം 30 പൂർത്തിയാക്കി മറ്റന്നാൾ സഫർ 1. അപ്പോൾ നാളെ മഗ്‌രിബോട് കൂടിയാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? ഈ ഒരു ദുആ പറയുക. ഏതാണ് ആ ദുആ? ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഇതാണ് ആ ദുആ. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ ഈ ഹിലാൽ അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ ഈ മാസം ഞങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലാഹു, ഇതൊരു ഖൈറിൻ്റെ, ഇതൊരു ബറക്കത്തിൻ്റെ, സലാമത്തിൻ്റെ, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാൻ, ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിക്കാൻ പറ്റിയ ഒരു മാസവും അതുപോലെ ഒരു പിറയുമാക്കി നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ആ കാണുന്ന പിറയുടെയും നമ്മുടെയും ഒക്കെ രക്ഷിതാവ് അല്ലാഹു ആകുന്നു എന്നാണ് ആ ദുആഇൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഇതാണ് ആ ദുആ. അതോടൊപ്പം തന്നെ
പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പ്രത്യേകമായി ഓതൽ വളരെ പുണ്യമാണ്. ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്താൽ, അതായത് ഇന്ന് മഗ്രിബോട് കൂടി നിലാവ് കണ്ടു, സഫർ മാസം വന്നു ഒന്നാണെന്ന് അറിഞ്ഞാൽ ഇന്നത്തെ രാത്രി തന്നെ, നാളെ സുബഹിക്ക് മുമ്പ് ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം ഓതിയാൽ ഇനിയുള്ള ഈ ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്നാണ്. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് വലിയ രോഗങ്ങളെ തൊട്ട് വലിയ അപകടങ്ങൾ വരുന്നതിനെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും. ഓതുന്ന സമയത്ത് നല്ല മനസാന്നിധ്യത്തോടു കൂടി ഓതുക. അള്ളാഹുവെ പ്രയാസ പ്രശ്നങ്ങൾ മാറണേ, ഒരു പ്രയാസം തരല്ലേ എന്ന് നല്ല നീയത്തിൽ നമ്മൾ പാരായണം ചെയ്യുക. 30 ആയത്താണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. അതായത് ഈ 30 ആയത്തും നമ്മെ അറിയിക്കുന്നത് ഇനിയുള്ള 30 ദിവസം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നുള്ള ആ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് മറന്നു പോവണ്ട, അതുപോലെ ഈ ദുആയും മറന്നു പോവണ്ട. പിന്നെയോ ആയത്തുൽ കുർസിയെ പ്രത്യേക മോദൽ നല്ലതാണ്. അതായത് ഇന്ന് മഗ്രിബോട് കൂടി പിറ കണ്ടാൽ സഫർ മാസം ഒന്നാണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, പിറ കാണുമ്പോഴുള്ള ദുആ. രണ്ടാമത്തേത് സൂറത്തുൽ മുൽക്ക്. മൂന്നാമത്തേത് ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി നമുക്കറിയാമല്ലോ, ആ ആയത്തുൽ കുർസി നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാറുള്ളതാണ്. അതോടൊപ്പം ഈ പിറ കണ്ടു എന്നറിയുമ്പോൾ പ്രത്യേകമായി ഓതൽ നല്ലതാണെന്ന് ഒരുപാട് മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് മറക്കണ്ട, ആയത്തുൽ കുർസിയെ, പിന്നെ പിറ കണ്ടാലുള്ള ദുആ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോട് കൂടി ഒരു പക്ഷേ മുഹറം മാസം നമ്മളോട് വിട പറയാം. അല്ലാഹു തആല ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അതിൻ്റെയൊക്കെ പോരായ്മകൾ, ന്യൂനതകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പമാർ പ്രത്യേകം. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഒരു 11 വട്ടം നമ്മൾ ഈ ദുആ മറക്കാതെ പറയുക. 11 വട്ടം ആ ദുആ ഒന്ന് പറയാൻ മറന്നു പോകരുത് കേട്ടോ. ആ ദുആ 11 വട്ടം പറഞ്ഞവർ നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് വലിയ സന്തോഷമാണ്. ഏതാണ് ആ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, സൽക്കർമ്മങ്ങൾ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗബ തരണേ അല്ലാ, പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. അല്ലേ, ഈ മുഹറം മാസത്തിൽ ഒരുപാട് നോമ്പ് പിടിച്ചവരുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയവരുണ്ട്, ഒരുപാട് സ്വതക്ക കൊടുത്തവരുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ട്. എല്ലാ സൽക്കർമ്മവും നീ സ്വീകരിക്കണേ അല്ലാ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോയാൽ അത് വല്ലാത്തൊരു നഷ്ടമാണ്. അതുകൊണ്ട് 11 വട്ടം ഈ മുഹറം മാസത്തിന്റെ ഒരുപക്ഷെ അവസാനത്തെ ദിവസമായേക്കാവുന്ന ഇന്നത്തെ ഈ ദിവസം പുണ്യങ്ങളേറെ വാരിക്കോരി നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ്. ഇന്ന് നോമ്പ് പിടിച്ച ഉമ്മമാരുണ്ടാവാം, ഉപ്പമാരുണ്ടാവാം. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി ഇന്നത്തെ മഗ്രിബിന് മുമ്പെങ്കിലും ഒരു 11 വട്ടം നമ്മൾ പറയണം. എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അപ്പോൾ സഫർ മാസം വരികയാ, മുഹറം മാസം വിട പറയുകയാ. ഇപ്പോഴേ പല ആളുകളും ചോദിക്കാൻ തുടങ്ങി, ഉസ്താദേ സഫർ മാസമല്ലേ, സഫർ മാസത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, കല്യാണം വെക്കാൻ പറ്റുമോ, കല്യാണം നിശ്ചയം പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര്. കല്യാണം പറ്റുമോ, കല്യാണം നിശ്ചയം പറ്റുമോ, കട്ടിൽ വെപ്പ്, അതുപോലെ വീട് കുറ്റിയടിക്കൽ, ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, കച്ചവടത്തിന് പോകാൻ പറ്റുമോ, വീട് താമസം പെരതാമസം പറ്റുമോ, പുതിയ വാഹനം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും സഫർ മാസത്തിനില്ല. കാരണം മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലാ സഫറ, സഫർ മാസത്തിന് ഒരു കുഴപ്പമില്ല, സഫർ മാസത്തിൽ ഒരു ദുശ്ശകുനവുമില്ല. പണ്ടുള്ള ജാഹിലിയ കാലഘട്ടത്തിലുള്ള പല ആളുകളും മുഹറം മാസം കുഴപ്പമില്ല, സഫർ മാസം കൊള്ളൂല എന്നിങ്ങനെ അവരിങ്ങനെ പഴഞ്ചൊല്ല് പോലെ പറഞ്ഞ് അതിന്നും ഏറ്റെടുക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ മുഹറം മാസത്തിന് കുഴപ്പമില്ല, അതുപോലെ സഫർ മാസത്തിനും കുഴപ്പമില്ല. പിന്നെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ, പ്ലേഗ് രോഗം ബാധിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. സഫർ മാസമാകുമ്പോൾ പ്ലേഗ് രോഗം ബാധിക്കും. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഈ സഫർ ആയതുകൊണ്ടാണ് പ്ലേഗ് വന്നത്, സഫർ കൊള്ളൂലാത്ത മാസമാണ് എന്ന് പലരും പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് രോഗങ്ങൾ വരാം. അത് ഇന്ന മാസമൊന്നുമില്ല, അള്ളാഹു ഉദ്ദേശിച്ച രോഗം വരും. അള്ളാഹു താല എല്ലാ രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പോൾ പകർച്ചവ്യാധികളും പകർച്ചപ്പനികളൊക്കെ പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു സ്വലാത്ത് പഠിക്കാം. ഒരു സ്വലാത്തു ദവാഇയ്യ എന്നാണ് ആ സ്വലാത്തിന്റെ പേര്. എല്ലാ രോഗത്തിനും ശിഫ കിട്ടുന്ന ഒരു സ്വലാത്ത് ഇൻഷാ ഇന്ന് മഗ്രിബിന് മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു 3
3 പ്രാവശ്യം ഈ സ്വലാത്ത് നമുക്ക് പറയാൻ പറ്റിയാൽ വലിയ പ്രതിഫലമാണ്. അപ്പോൾ മുഹറത്തിൻ്റെ അവസാന ദിവസം നമ്മൾ പറയുന്ന ഈ സ്വലാത്ത് സഫർ മാസത്തിൽ നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറയാം. അതിനു മുമ്പ് പലരും ചോദിച്ചു, ഉസ്താദേ സഫർ മാസമല്ല, അപ്പോൾ സഫർ മാസത്തിൽ നഹ്സൊക്കെ ഉണ്ടാവൂലേ? നഹ്സ് എല്ലാ മാസത്തിലും ഉണ്ട്. നഹ്സ് എല്ലാ മാസത്തിലുണ്ട്. പണ്ഡിതന്മാർ 2 തരം അഭിപ്രായത്തിലാണ്. ചില ആളുകൾ പറയുന്നു നഹ്സ് ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊവ്വാഴ്ച ദിവസം യാത്രയൊന്നും പോവാറില്ലായിരുന്നു, അല്ലേ? പിന്നെ വിവാഹങ്ങളൊക്കെ വെക്കുക, നബിതങ്ങൾ ആരെങ്കിലും നബിയോട് വന്ന് ചോദിച്ചാൽ നബിതങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, വെള്ളിയാഴ്ച നിങ്ങൾ വിവാഹം വെക്കുക, നിക്കാഹ് വെക്കുന്ന പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസമായിരുന്നു നബിതങ്ങൾ യാത്ര പോവാറുണ്ടായിരുന്നത്. ചില സ്ഥലത്ത് നബിതങ്ങൾ ഇറങ്ങൂല, കാരണം നബിതങ്ങൾക്ക് അവിടെ ഇഷ്ടമല്ല, അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് കൊള്ളൂലാത്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ നല്ലതും ചീത്തയും അത് ഉള്ളതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഈ സഫർ മാസം ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊന്നുമില്ല. സഫർ മാസം ഒന്നിനും കൊള്ളൂല എന്ന് അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു കാര്യം സഫർ മാസത്തിലില്ല. സഫർ മാസം ഒക്കെ നല്ലതാണ്, എല്ലാം നല്ല മാസമാണ്, എല്ലാ ദിവസവും നല്ലതാണ്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, സുബഹി നമസ്കാരം ഖളാ ആക്കാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കുന്നോ അവനിക്ക് അന്ന് ഒരു നഹ്സുല്ലെന്നാണ് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ചില മാസത്തിലെ ചില ദിവസങ്ങൾ, പിന്നെ എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച ഒന്ന് ശ്രദ്ധിക്കൽ നല്ലതാണ്. അന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം, പക്ഷേ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നഹ്സ് തട്ടിമാറ്റാൻ, അതായത് ദുശ്ശഗുണങ്ങൾ, പ്രയാസ പ്രശ്നങ്ങളൊക്കെ തട്ടിമാറ്റപ്പെടാനുള്ള ഒരു ദുആ, ഒരു ദിക്ർ, 2 ദിക്ർ ഉണ്ട്. ആ 2 ദിക്ർ നമ്മൾ പ്രാവർത്തികമാക്കണം. അതായത് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, അതായത് എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു തരത്തിലുള്ള പ്രയാസവും അല്ലാഹു തരില്ല. പറയുമ്പോൾ നല്ല മനസാന്നിധ്യത്തോടു കൂടി പറയണം. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു ദുആയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഒന്നുകൂടി അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അപ്പോൾ ഈ 2 ദിക്റുകളും എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയും. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ, ഉമ്മമാരൊക്കെ പ്രത്യേകം ഈ ഒരു ദിക്റുകൾ പ്രത്യേകം പറയണം, എന്താ കുട്ടിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എപ്പോഴും പറയാവുന്നത്, പ്രത്യേകിച്ച് ഓരോ നമസ്കാരത്തിന് ശേഷവും പറയാം. അതല്ലാതെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണ്. അപ്പോൾ സഫർ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, അല്ലെ, കല്യാണം വെക്കാവോ? ഫാത്തിമ ബീവിയുടെയും അലിയാർ തങ്ങളുടെയും കല്യാണം നടന്നത് സഫർ മാസത്തിലാണ്, അങ്ങനെ അഭിപ്രായം, അല്ലെ, ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണമൊക്കെ വെക്കാൻ പറ്റിയ മാസമാണ്. പിന്നെ ഏത് ദിവസം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ദുആരക്കുക. അല്ലാഹുവേ, ഒരു പ്രയാസവും വരുത്തല്ലേ, പ്രശ്നങ്ങൾ വരുത്തല്ലേ, നമ്മൾ എപ്പോഴും ദുആരക്കുക. ഏത് തരത്തിലുള്ള രോഗങ്ങൾ വന്നാലും, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടാനും, നല്ല സമയത്ത് നല്ല മരണം കിട്ടാനും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാനും ഒക്കെ ഇന്ന് മുഹറം മാസത്തിന്റെ ഒരുപക്ഷേ അവസാനത്തെ ദിവസമാവാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പതിവാക്കേണ്ട ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? രോഗങ്ങളില്ലാത്ത മനുഷ്യനില്ലല്ലോ. ഏത് മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും അസുഖം അല്ലാഹു തആല അവനിക്ക് കൊടുക്കും, അല്ലേ? രോഗിയായാൽ അവനിക്ക് വലിയ പ്രതിഫലമുണ്ടെന്നാണ്. ഇസ്ലാമിൽ എന്ത് കാര്യമാണെങ്കിലും അതിന് പ്രതിഫലമുണ്ട്. ഒരു കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അത് ക്ഷമിക്കുകയാണെങ്കിൽ അതിനും വലിയ പ്രതിഫലമുണ്ടെന്നാണ്. രോഗങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പ്രവാചകന്മാർക്ക് രോഗം വന്നിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വലിയ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ച പ്രവാചകരാണ്, അല്ലേ? അതുപോലെ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രയോ രോഗങ്ങൾ വന്നിട്ടുണ്ട്. ആ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചികിത്സിക്കുക, അതോടൊപ്പം തന്നെ ആത്മീയമായി നമ്മൾ ഒരുപാട് ചികിത്സ നടത്താം. എങ്ങനെ? സ്വന്തമായി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദത്തൈനി അതൊക്കെ ഓതിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഊതി നമ്മുടെ ശരീരം തടവുക. അതൊക്കെ എന്താണ്? ഒരു രോഗത്തിന് ശമനം കിട്ടാനുള്ള ആത്മീയമായ വഴികളാണ്. അത്തരത്തിൽ അല്ലാഹു തആല നമുക്ക് വലിയ രോഗങ്ങൾക്ക് ശിഫാ തരുന്ന ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സ്വലാത്തു ദവാഇയ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബിഅദദി കുല്ലി ദാഇൻ വദവാ വബിഅദദി കുല്ലി ഇല്ലത്തിൻ വശിഫാ. ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ
ബിഅദദി കുല്ലി ദാഇം വദവാ വബിഅദദി കുല്ലി ഇല്ലത്തിൻ വശിഫാ. ഒന്നുകൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി ദാഇം വദവാ വബിഅദദി കുല്ലി ഇല്ലത്തിൻ വശിഫാ. ഒന്നുകൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബിഅദദി കുല്ലി ദാഇം വദവാ വബിഅദദി കുല്ലി ഇല്ലത്തിൻ വശിഫാ. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസം വിട പറയാൻ ഒരുങ്ങുകയാണ്. സഫർ മാസം, പുണ്യമായ സഫർ മാസം കടന്നു വരികയാണ്. അതുകൊണ്ട് റബ്ബേ, ഈ സഫർ മാസത്തെ ഞങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്ന നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിനൊക്കെ വലിയ തൗഫീഖ് തരണേ അല്ലാ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, എന്ത് മാറാ രോഗമാണെങ്കിലും നീ മാറ്റിത്തരണേ അല്ലാ. ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. നല്ല ആഖിബത്ത്, നല്ല മരണം തരണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാ. സ്വലാത്തു ദവാഇയ. ഇന്ന് മുഹറം മാസത്തിൻ്റെ 29ാമത്തെ ദിവസമാണ്. ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു 3 വട്ടമെങ്കിലും ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് ഈ സ്വലാത്ത് പറഞ്ഞോളി. ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബിഅദദി കുല്ലി ദാഇം വദവാ വബിഅദദി കുല്ലി ഇല്ലത്തിൻ വശിഫാ. അല്ലാഹു തആല ഈ സ്വലാത്ത് നിത്യമായി പറയാനുള്ള തൗഫീഖ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രോഗങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറാനൊക്കെ നിരവധി പേരാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആയുണ്ട്. അല്ലാഹു തആല എല്ലാ രോഗങ്ങളെ തൊട്ടും നമുക്ക് ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഒരു 11 വട്ടം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആ ദുആ നമ്മൾ പറയാൻ മറന്നു പോകരുത്. പിന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ 2 ദിക്റും വളരെ പുണ്യമുള്ള ദിക്റാണ്. നഹ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പറ്റിയ ദിക്റാണ്. ആ ദിക്ർ നമ്മൾ മറന്നു പോവാതെ പറയണം. പിന്നെ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ച സ്വലാത്തു ദവാഇയ അതും വിട്ടുപോകരുത്. അല്ലാഹു തആല ഇതൊക്കെ പഠിക്കാനും അതുപോലെ ഇതനുസരിച്ച് ജീവിക്കാനും ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.